ലീഗ് നേതാക്കളായ ഇ.ടി. മുഹമ്മദ് ബഷീർ, അബ്ദുൾ റഹ്മാൻ നണ്ടത്താണി എന്നിവരാണ് ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലെത്തി അബ്ദുൽ നാസർ മദനിയെ സന്ദർശിച്ചത്. രാവിലെ 11:00 എത്തിയ നേതാക്കൾ 1 മണിക്കൂറോളം നേരം ജയിലിൽ മദനിയുമായി കൂടിക്കാഴ്ച നടത്തി. തന്റെ ആരോഗ്യസ്ഥിതിയും കേസ് അനന്തമായി നീളുന്നതിലെ ബുദ്ധിമുട്ടും മദനി നേതാക്കളെ ധരിപ്പിച്ചതായാണ് സൂചന. മദനിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് ജാമ്യവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും സന്ദർശനത്തിന് ശേഷം ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. See, we will make our effort. You all know the procedure. Matters in the court. So within the allowable limit of the law, let us try our maximum. ബാംഗ്ലൂർ സ്ഫോടന കേസിൽ 2 വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന മദനിയെ ഇതാദ്യമായാണ് ലീഗ് നേതാക്കൾ സന്ദർശിക്കുന്നത്. പ്രശ്നത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ ഇതുവരെയും ഉള്ള നിലപാട്. ഇതിനെതിരെ ശക്തമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെയാണ് ലീഗ് നേതൃത്വത്തിന്റെ അടിയന്തര സന്ദർശനം. എന്നാൽ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന ആരോപണം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇ.ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. No, there is no question of political pressure in this. It's a question of a humanitarian issue. That political pressure, that question doesn't arise in this. We all feel very much on this. And now we will try within the possible legal framework. കർണാടക മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ, ഗവർണർ എച്ച്.ആർ. ഭരദ്വാജ് എന്നിവരുമായും നേതാക്കൾ പിന്നീട് ചർച്ച നടത്തി. രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്ന് ആണയിടുമ്പോഴും മദനി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളാണ് ലീഗ് നേതൃത്വത്തെ ബാംഗ്ലൂർ പരപ്പന ജയിലെത്തിച്ചത്. ഒപ്പം സമുദായത്തിൽ നിന്ന് പാർട്ടിക്കെതിരെ ഉയർന്നുവരുന്ന അമർഷങ്ങൾ ശമിപ്പിക്കാനുള്ള നീക്കമായും ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും മദനിക്ക് മാനുഷിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കാൻ ഇത്തരം നടപടികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മദനിയെ പിന്തുണയ്ക്കുന്നവർ. ബാംഗ്ലൂരിൽ മദനി കഴിയുന്ന പരപ്പന ജയിലിന് മുമ്പിൽ നിന്നോ ക്യാമറമാൻ ഷംസുദ്ദീനൊപ്പം കെ. സജീഷ്, ഇന്ത്യ വിഷൻ.